നമസ്കാരം. ഞാൻ കുക്കറിൽ എങ്ങനെയാണ് ചക്ക വരട്ടുന്നതെന്ന് കാണിക്കാൻ പോവാണ്. ചക്ക കാണിക്കാൻ മറന്നുപോയി. പകുതി ചക്ക, ഒരു വലിയ ചക്കേൻ്റെ പകുതിയാണ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് ചക്ക കുക്കറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുത്തു. ഇങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ ഇങ്ങനത്തെയാണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിലിട്ടിട്ട് അരച്ചെടുത്താൽ കുറച്ചും കൂടി എളുപ്പത്തിൽ വരട്ടിയെടുക്കാൻ പറ്റും. പക്ഷേ ഇത് നന്നായി വെന്ത് കുഴഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീണ്ടും മിക്സിയിൽ അരച്ചെടുക്കണമെങ്കിൽ വെള്ളമൊക്കെ ചേർത്ത് വീണ്ടും അത് വെള്ളം വരും. അപ്പോൾ പിന്നെയും വരട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടാക്കും. അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിന് ശേഷം ഇതിലേക്ക് ഒരു 5 ശർക്കര, 5 6 ശർക്കര, മധുരം എത്ര കൂടിയാലും സാരില്ല. നമുക്ക് പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ മധുരം അപ്പം കുറച്ചാൽ മതിയല്ലോ. അപ്പോൾ 5 ശർക്കര വെള്ളത്തിലിട്ടിട്ട് നന്നായി ഉരുക്കിയെടുത്തു. ഒരുവിധം ഉരുക്കിയെടുത്തു. നൂൽപ്പാരുവൊന്നും ആവണ്ട. ഇത് എന്നിട്ട് അരിച്ച് ഇതിലേക്ക് വേവിച്ച പഴുത്ത ചക്കയിലേക്ക് ഒഴിക്കുക. വേവിച്ച ശർക്കരയിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചെടുക്കുക. ഇതിൻ്റെ വെള്ളം ഉണ്ടാവും. അപ്പോൾ വീണ്ടും നമ്മൾ മിക്സിയിൽ അരച്ച് കഴിഞ്ഞാൽ ഒരുപാട് വെള്ളമാവും. പിന്നെ നമുക്കത് വീണ്ടും വരട്ടി എടുക്കാൻ കുറേ ടൈം എടുക്കും. ഇതൊക്കെ എല്ലാം എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ് ചെയ്യുന്നത്. അങ്ങനെ ഇത് ശർക്കരപ്പാനി ഒഴിച്ചു. സ്റ്റൗ കത്തിച്ചിട്ടില്ല. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗ കത്തിച്ചാൽ മതി. അപ്പോൾ പിന്നെ ഒരു ദിവസം കൊണ്ട് ചക്ക വരട്ടി എടുക്കണം എന്നൊന്നും വിചാരിക്കേണ്ട. അത് ഇടയ്ക്കിടയ്ക്കായിട്ട് ഇപ്പോൾ ഇന്നലെ ഇത് വേവിച്ച് വെച്ചു. ഇന്ന് ശർക്കര പാനിയാക്കിയിട്ട് ഒഴിച്ച് ഒന്നും കൂടി വരട്ടി, ഒന്നും കൂടി അത് ഒന്ന് മിക്സാക്കി വരട്ടിയെടുക്കണം. എന്നിട്ട് അതിന് ശേഷം പിന്നെ ഒരു പകുതി അതായതിന് ശേഷം അത് നമുക്ക് ഓഫ് ചെയ്തിടാം. പിറ്റേ ദിവസം ഇത് കേടൊന്നും വരില്ല. ഓഫ് ചെയ്ത് പിറ്റേ ദിവസം ചെയ്യാം. അങ്ങനെ 3 ദിവസമായിട്ടൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. എന്തായാലും മിക്സിയിൽ അരയ്ക്കാൻ വിചാരിച്ചു. അപ്പോൾ ഒന്നും കൂടി സ്മൂത്താവും. ചെറിയ ലംസൊന്നും ഇല്ലാതെ നമുക്ക് എളുപ്പത്തിൽ വരട്ടാൻ പറ്റും. പിന്നെ മിക്സിയിൽ അരയ്ക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഞാൻ എപ്പോഴും പണ്ടൊക്കെ വരട്ടുമ്പോൾ മിക്സിയിൽ അങ്ങനെ അരയ്ക്കാറേ ഇല്ല. അത് കുഴഞ്ഞു വരും. പക്ഷേ കുറച്ച് സമയം അധികം എടുക്കും വരട്ടി കിട്ടാൻ. അതുകൊണ്ടാണ്. അപ്പോൾ മിക്സിയിൽ നന്നായി അരച്ചെടുത്തപ്പോൾ നല്ലൊരു സ്മൂത്ത് പേസ്റ്റ് കിട്ടി. ഇനി ഇത് നെയ്യ് ഒഴിച്ചിട്ട് വരട്ടിയെടുക്കണം. സ്മൂത്ത് പേസ്റ്റ് ആകുമ്പോൾ നല്ല ലംസേ ഉണ്ടാവില്ല. അപ്പോൾ നല്ല ടെക്സ്ചർ കിട്ടും നമുക്ക്. അപ്പോൾ അതാണ് നല്ലത്. അപ്പോൾ ചില ചക്ക നന്നായി കുഴഞ്ഞ് കിട്ടുന്നതായിരിക്കും. ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ മിക്സിയിൽ, കുറച്ച് മെനക്കെട്ട പണിയില്ലേ, മിക്സിയിൽ അരച്ച് വീണ്ടും ഇതാക്കി ഒക്കെ എളുപ്പത്തിൽ ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇത് പക്ഷേ കുറച്ചായതുകൊണ്ട് മിക്സിയിൽ അരച്ചെടുത്തു. ഇനി നമുക്ക് എളുപ്പത്തിൽ വരട്ടെ. ഇതിൽ നന്നായി ഇളക്കി കൊടുക്കുക. കുറച്ച് തെറിക്കാനുള്ള ഇതുണ്ട്, ഇങ്ങനെ തിക്കായതുകൊണ്ടേ. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. മാറി നിന്നിട്ട് ഇളക്കുക. ഇങ്ങനെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നെയ്യ് ഒഴിക്കുക. ഇതൊന്ന് വറ്റി ഇതിൻ്റെ വെള്ളത്തിൻ്റെ ഇതൊക്കെ അംശമൊക്കെ പോയിട്ട് നമുക്ക് നെയ്യ് ഒഴിക്കാം. നന്നായി വരട്ടിയെടുത്തു. ഇനി ഈ സ്റ്റേജിൽ ഇതിലേക്ക് നെയ്യ് ചേർക്കുക. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇപ്പോൾ ഇടുക. 2 ടേബിൾ സ്പൂൺ നെയ്യ്. ഇനി പിന്നെ ഒന്നും കൂടി ആയിക്കഴിഞ്ഞിട്ട് ഈ ഒരു സ്റ്റേജിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇടുക. വരട്ടിയത് ഏകദേശം ഈ സ്റ്റേജ് വരെ എത്തിയിട്ടുണ്ട്. നന്നായി വരട്ടുക. ഇനിയിപ്പോൾ ഈ സ്റ്റേജ് കുറച്ചും കൂടി കഴിഞ്ഞാൽ ഒരു 2 ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ഇടണം. ഇത് കുറച്ച് കേട് വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നെയ്യ് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുക. 2 ടേബിൾ സ്പൂൺ നെയ്യ്. വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് ശരിക്കും ഒന്നും കൂടി ഡ്രൈ ആവണം. അപ്പോൾ നമുക്കായി. എന്നിട്ട് ചെറിയൊരു പാത്രത്തിലാക്കി സ്റ്റോർ ചെയ്ത് വെക്കും. ഈ സ്റ്റേജിൽ നന്നായി ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ അടി പിടിക്കാനൊക്കെ ഉള്ള എല്ലാ ചാൻസും ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ വേണമെങ്കിൽ കുറച്ചും കൂടി നെയ്യ് ഇടാവുന്നതാണ്. അപ്പോൾ ഒന്നും കൂടി അടി പിടിക്കാതെയൊക്കെ നമുക്ക് ആക്കിയെടുക്കാം. നെയ്യ് കൂടുതൽ ഇടുന്നതുകൊണ്ട് കേട് വരില്ല. അങ്ങനെ കുറേ കാലം ഒരു കേടും ഇല്ലാതെ ഇരിക്കും. ഈ സമയത്ത് കുറച്ച്
1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്തു. ഇനി മതി. ഇതാണ്. ഇനി കൂടുതലായിട്ട് നെയ്യ് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ടോട്ടൽ നമ്മൾ 5 ടേബിൾ സ്പൂണോളം ഇതിൽ ചേർത്തിട്ടുണ്ട് നെയ്യ്. അത്ര എന്തായാലും വേണം, അല്ലെങ്കിൽ ഇത് പിന്നെ കേട് വരും. കുറേ ദിവസം വെക്കേണ്ടതല്ലേ, നമുക്ക് ആവശ്യമുള്ളപ്പോഴല്ലേ നമ്മൾ പായസമോ പിന്നെ അടയോ ഇലയടയോ ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു 5 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ചക്ക വരട്ടിയത്, നല്ല ടേസ്റ്റുള്ള ചക്ക വരട്ടി കുറച്ച് കാലം തന്നെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇത് ഞാൻ 3 ദിവസമായിട്ട് ചെയ്തതാണ്. ആദ്യത്തെ ദിവസം ചക്ക വേവിച്ച് വെച്ചു. സെക്കൻഡ് ഡേ അത് അരച്ച് ശർക്കരയൊക്കെ ഉരുക്കി അരച്ചിട്ട് പിന്നെ ഇത് 3-ാമത്തെ ദിവസമാണ് ഇത് ശരിക്കും കംപ്ലീറ്റ് ആയത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അത്ര ബുദ്ധിമുട്ട് തോന്നില്ല. ഒറ്റ ദിവസം കൊണ്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് വല്ലാതെ ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കൂ എല്ലാവരും. ചക്ക വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ പാനിൽ നിന്ന് വിട്ട് വരുന്ന സ്റ്റേജാണ് ഇതായി എന്ന് അറിയുന്നത്. ഉണ്ട് ഇങ്ങനെ വിട്ട് കുറച്ച് നേരം കൂടി ഈ ചൂടിൽ ഇങ്ങനെ ഇരുന്നിട്ട് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഇതാവും. ഇത് ഏകദേശം ഒരു 3 കിലോ ചക്കയുണ്ട്. 3 കിലോ ചക്കയുണ്ട് വരട്ടി ഉണ്ടാക്കിയതാണ്. വാങ്ങിയതായതുകൊണ്ടാണ് നമുക്ക് വെയിറ്റ് ഒക്കെ അറിയാൻ പറ്റുന്നത്. അപ്പോൾ 3 കിലോ ചക്ക കൊണ്ട് വരട്ടിയിട്ട് ഇത്ര തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് അത്ര മോശമൊന്നുമല്ല. ഇതിപ്പോൾ 2 പ്രാവശ്യം പായസം ഉണ്ടാക്കാനൊക്കെ ഉണ്ടാവും. ഇലയടി ഉണ്ടാക്കുക, ചക്കയടി ഉണ്ടാക്കുക. അടുത്ത റെസിപ്പി ഞാൻ ചക്കയുടെ ഉണ്ടാക്കുന്നുണ്ട്. എൻ്റെ ഈ റെസിപ്പികൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം. അങ്ങനെ ചക്ക വരട്ടിയത് കംപ്ലീറ്റ് റെഡി ആയിട്ടുണ്ട്. പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്നുണ്ട്. ഇത് നോൺ സ്റ്റിക്ക് അല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വിട്ട് വരാത്തത്. പക്ഷേ റെഡി ആയിട്ടുണ്ട് ചക്ക വരട്ടിയത്. ഇനി ഇതിൽ കൂടുതൽ ആവാനില്ല. നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വൃത്തിയുള്ള ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റി എടുത്തിട്ട് സ്റ്റോർ ചെയ്യുക. ഇത് ആവശ്യാനുസരണം നമുക്ക് ചക്കപ്പായസം ഉണ്ടാക്കാം, അടയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. എൻ്റെ സിമ്പിൾ റെസിപ്പീസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും വേണം. അതുകൊണ്ട് ഇതെല്ലാവരും ട്രൈ ചെയ്തു. റെഡിയായി. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് എന്തും എടുത്തതുകൊണ്ട് ഉണ്ടാക്കാം. ചക്ക വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. ഇതാ ഒരു കണ്ടെയ്നറിൽ ഒരു ചെറിയൊരു പാത്രത്തിൽ നിറച്ചും കിട്ടിയിട്ടുണ്ട്. 3 കിലോ ചക്ക വരട്ടി ഇത്ര വലിയൊരു സ്റ്റീൽ പാത്രം നിറച്ചും കിട്ടിയിട്ടുണ്ട്. ഇത് അടച്ചിട്ട് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുക തണുത്തതിന് ശേഷം.